എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡ്രിങ്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ നല്ല സ്വാദിഷ്ടമായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം മാംഗോ ഫ്രൂട്ടി, നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങി കുടിക്കാറുള്ള നമ്മുടെ മാംഗോ ഫ്രൂട്ടി. അപ്പോൾ ഇത് നമുക്ക് വളരെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ നമുക്കിത് തണുപ്പിച്ച് കുടിക്കാനൊക്കെ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ മാംഗോ ഫ്രൂട്ടി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 കപ്പ് പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന പച്ചവെള്ളം. അപ്പോൾ 2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങൾ എടുക്കുന്ന പഴുത്ത മാങ്ങയുടെ മധുരം അനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വരെ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ മധുരം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് പച്ചമാങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പിനേക്കാളും കുറച്ചാണ് പച്ചമാങ്ങ എടുത്തിരിക്കുന്നത്. പച്ചമാങ്ങ നമ്മൾ ഇതിനകത്ത് ചേർക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ കടകളിൽ നിന്നൊക്കെ നമ്മൾ മേടിച്ച് കുടിക്കുന്ന ആ ഫ്രൂട്ടിയുടെ കറക്റ്റ് ടേസ്റ്റ് വരിക. കാരണം നമ്മൾ അത് കുടിക്കുന്ന സമയത്ത് ചെറിയൊരു പുളിരസം ഉണ്ടാവും, നല്ലൊരു മധുരം ഉണ്ടാവും. രണ്ടും കൂടി ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പച്ചമാങ്ങ ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/4 കപ്പിനേക്കാളും കുറച്ചാണ് മാങ്ങ എടുത്തിട്ടുള്ളത്, പച്ചമാങ്ങ. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഒരു 3 നല്ല പഴുത്ത മധുരമുള്ള മാങ്ങയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല പഴുത്ത മാങ്ങ നോക്കിയിട്ട് തന്നെ നിങ്ങൾ എടുക്കുക കേട്ടോ. ഈ ഫ്രൂട്ടി തയ്യാറാക്കി എടുക്കാനായിട്ട് നല്ല പഴുത്ത മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം പഞ്ചസാര ചേർക്കേണ്ടി വരില്ല. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതിന് ശേഷം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ അതവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഈ വെള്ളവും മാങ്ങയും ഒന്ന് വേർതിരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ മാങ്ങയുടെ ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളവും മാങ്ങയും ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമ്മൾ ഈ അരിച്ച് വെച്ചിരിക്കുന്ന ഈ മാങ്ങ നമുക്ക് ഒന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട. വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് വെന്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അരഞ്ഞ് കിട്ടും. അപ്പോൾ അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ വെള്ളത്തിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും നാര എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ച് ഇതായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് ആ അരിപ്പയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നോളൂ. അപ്പോൾ അത് രണ്ടും ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതവിടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സാധാരണ മാങ്ങയുടെ ജ്യൂസ് കുടിക്കൂലേ, അതിൻ്റെ ഒരു നല്ല കട്ടിക്ക് ജ്യൂസ് നമ്മൾ ഫ്രഷായിട്ട് അടിച്ച് കുടിക്കില്ല, അതിൻ്റെ ഒരു പരുവത്തിനാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1-2 കപ്പ് നല്ല തണുത്ത പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടോ. ഒറ്റയടിക്ക് അങ്ങോട്ട് 1-2 കപ്പും വെള്ളം അങ്ങോട്ട് ഒഴിക്കരുത്. നിങ്ങളത് കലക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺസിസ്റ്റൻസി എത്ര വേണോ അതിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 2 കപ്പ് പച്ചവെള്ളം, നല്ല തണുത്ത പച്ചവെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിലിപ്പോൾ മധുരമൊക്കെ നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, ചെറിയൊരു കൊഴുപ്പോട് കൂടിയിട്ട് എന്നാൽ വലിയ തിക്നെസ് ഇല്ലാതെ വേണം നമ്മളിത് എടുക്കാനായിട്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ അതാ ഒരു കുപ്പിയിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1 ലിറ്ററിൻ്റെ ഒരു കുപ്പിയാണ്. അപ്പോൾ അത് കറക്റ്റ് 1 ലിറ്റർ ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. നിങ്ങൾക്ക് എത്ര സമയം വെക്കണം അത്രയും സമയം വയ്ക്കുക. അപ്പോൾ അതാ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നമ്മുടെ മാംഗോ ഫ്രൂട്ടി ഇവിടെ നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ മാംഗോ ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്